ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയുടെ ക്ലാസ്സാണ്. അപ്പം സിലബസ് ഒക്കെ മാറി, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും കുറച്ച് ടെൻഷനിലൊക്കെയാണ്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് പകുതി പേരും ക്ലാസ്സുകൾ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കാണുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കെമിസ്ട്രിയിൽ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം? ആറ്റത്തിൻ്റെ ഘടന. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ആറ്റത്തെ പറ്റി പഠിച്ചാണ്. കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഒരു കുട്ടി ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് വേറൊരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, ഹേ, ദിസ് ഈസ് ദ ആറ്റം മോഡൽ റൈറ്റ്? അപ്പോൾ ഇത് ആറ്റം മോഡലല്ലേ, ശരിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ കുട്ടി പറയാം, യെസ്, ദെയർ ആർ അതർ മോഡൽസ് ടു. അതെ, ഇതുകൂട്ട് വേറെ മോഡൽസും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണിത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആറ്റത്തെ പറ്റിയും ആറ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്കവർ ചെയ്തെടുത്തത്, ആറ്റത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് മോഡൽസ് കൊണ്ടുവന്നു, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കുറേ സബ്സ്റ്റൻസ്, ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ, അതിലടങ്ങിയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എലമെൻസും അതിൻ്റെ കെമിക്കൽ ഫോർമുലയും അതിൻ്റെ ആറ്റത്തിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. അതിന് മുന്നേ നമുക്ക് പറയാം, ആദ്യം ഷുഗർ. എന്താണ് ഷുഗർ? ഷുഗറിനകത്ത് അടങ്ങിയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഷുഗർ, പഞ്ചസാരയൊക്കെ കാണുമ്പോൾ ഇനി നിങ്ങൾ ഓർക്കണം, അതിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിൻ്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ C12H22O11. എന്താണ്? C12H22O11. ഇവിടെ പക്കയാക്കിക്കോണം. നമ്മൾ ഷുഗർ പക്കയായിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് തിരിയത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന ഷുഗറും ഗ്ലൂക്കോസും കൂടെ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഷുഗർ ഇവിടെ പക്കയാക്കിക്കോണം. ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C12H22O11. മനസ്സിലായല്ലോ? കെമിക്കൽ ഫോർമുല അറിയാമെങ്കിൽ റേഷ്യോ, ആറ്റത്തിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ സിമ്പിളാണ്. ആ ലെറ്റേഴ്സ് എല്ലാം മാറ്റിയാൽ മതി. എന്നിട്ട് ആ ഒരു ഓർഡറിൽ പറഞ്ഞാൽ മതി. ഇവിടെ എത്രയാണ് എന്താണ് ഷുഗറിൻ്റെ റേഷ്യോ? 12:22:11. മനസ്സിലായോ? നേരത്തെ അതിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ പറഞ്ഞത് C12H22O11 ആണെങ്കിൽ അതിൻ്റെ ആ ലെറ്ററുകളെല്ലാം മാറ്റണം. സിയും എച്ചും ഒയും മാറ്റാമെങ്കിൽ റേഷ്യോ കിട്ടും. 12:22:11. മനസ്സിലായല്ലോ? പഠിച്ച് പോവുക. അടുത്തായിട്ട് ഗ്ലൂക്കോസിനകത്തും ഷുഗറിനകത്ത് എന്തൊക്കെയായിരുന്നോ അത് തന്നെയാണ് ഇവിടുത്തെയും കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അത് തമ്മിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ടല്ലോ, രണ്ടിടത്തും സെയിം ആണ്. കെമിക്കൽ ഫോർമുല വന്നിട്ട് ചെറിയൊരു മാറ്റമുണ്ട്. ഗ്ലൂക്കോസിൻ്റെ C6H12O6. എന്താണ്? C6H12O6. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6. മനസ്സിലായല്ലോ? റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്ററുകളെല്ലാം മാറ്റണം. അപ്പോൾ 6:12:6 എന്ന് കിട്ടും. നമ്മൾ 6ൻ്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ, അപ്പോൾ നമുക്കത് സിമ്പിളാക്കാൻ പറ്റും. അപ്പോൾ 1:2:1 എന്ന് കിട്ടും. അങ്ങനെയാണ് അത് 1:2:1 ആയിട്ട് വന്നത്. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടി ചെറുതാക്കാൻ പറ്റും. 3 പേരെ ഒരുപോലെ വെട്ടാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റും. അടുത്ത വാട്ടറിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയേക്കുന്നത്? നമുക്കറിയാം എന്തൊക്കെ? ഹൈഡ്രജനും ഓക്സിജനും. കെമിക്കൽ ഫോർമുല H2O. എന്താണ്? H2O. അവിടെ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് എങ്ങനെയാണ്? 2:1. കാരണം എച്ചിൻ്റെ അവിടുത്തെ 2ഉം ഓക്സിജൻ്റെ അവിടെ 1 ഉണ്ട്. 1 ഉണ്ടെങ്കിൽ നമ്മൾ എഴുതത്തില്ല, അതുകൊണ്ടാണ് അവിടെ കാണാത്തത്. അപ്പോൾ 2:1. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സും കെമിക്കൽ ഫോർമുലയും റേഷ്യോയും ഓക്കെ അല്ലേ? അപ്പം ഇത് പരീക്ഷയ്ക്ക് വരും, നല്ല ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. ഇനി നമ്മൾ മോളിക്യൂൾസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മോളിക്യൂൾസ് എന്താണ്, ആറ്റം എന്താണെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചതാണ് അല്ലേ? 8ാം ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പം അത് റിലേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പേജിലെ കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കി, മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതിൻ്റെ എല്ലാ ഗുണങ്ങളും, അതിൻ്റെ എല്ലാ സവിശേഷതകളും കാണിക്കുന്ന പാർട്ടിക്കിളാണ് എന്ത്? മോളിക്യൂൾ. അതെങ്ങനെയാണ്? ഫ്രീ എക്സിസ്റ്റൻസും ആണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ്, അവിടെ അത് നിസ്സാരമാക്കി കളയണ്ട.
ചിലപ്പോൾ എക്സാമിന് ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതാരുടെ പ്രത്യേകതയാണ്, ഇതാരെ പറ്റിയാണ്, മോളിക്യൂളാണോ ആറ്റമാണോ എന്ന് നമുക്കപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടുന്ന് തറവാക്കിക്കോളുക. മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നു. ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ? എങ്ങനെയാണ് പല സബ്സ്റ്റൻസിലും മോളിക്യൂൾസ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? അപ്പോൾ അവിടെ 2 പോയിൻറ്റ്സ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദി മോളിക്യൂൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദി മോളിക്യൂൾ. മോളിക്യൂൾസിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സിലുള്ള വ്യത്യസ്തത എന്ന് വെച്ചാൽ, എക്സാമ്പിളായിട്ട് നേരത്തെ നമ്മൾ നോക്കിയ ടേബിൾ തന്നെ എടുക്കാം. അതിലെ വാട്ടറും എടുത്തു, ഗ്ലൂക്കോസും എടുത്തു. വാട്ടർ ഫോം ചെയ്തേക്കുന്ന ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ചേർന്നിട്ടാണ്? ഓർത്ത് നോക്കിയേ, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനുമാണ് വാട്ടറിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. അതേസമയം ഗ്ലൂക്കോസ് എടുത്തു. ഗ്ലൂക്കോസിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കണ്ടോ, അതിൽ വന്ന വ്യത്യാസം കണ്ടോ? കാർബണും ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്നപ്പോഴാണ് ഗ്ലൂക്കോസ് ഉണ്ടായത്. വാട്ടർ ആയപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും മാത്രം മതിയായിരുന്നു. അപ്പം കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സിലുള്ള വ്യത്യസ്തത. പിന്നെ ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് കോൺസ്റ്റൻറ്റ് ആറ്റംസ് ഇൻ ദ. ഈ കോൺസ്റ്റൻറ്റ് ആറ്റംസ് അതിൽ ചേർന്നേക്കുന്ന ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും അതൊരു പ്രത്യേക റേഷ്യോയിലാണ് കൂടിച്ചേർന്ന് ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടായേക്കുന്നത്, ആ ഒരു മോളിക്യൂൾസ് ഉണ്ടായേക്കുന്നത്. അതിനും എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിൾ തന്നെ മതി. അവിടെ ഗ്ലൂക്കോസും എടുത്ത് ഷുഗറും എടുത്ത് രണ്ടും ഫോം ചെയ്തേക്കുന്നത് സെയിം കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പക്ഷേ ഇവർ രണ്ടുപേരും നമ്മൾ 2 പേരുകളല്ലേ വിളിച്ചത്? ഒന്ന് ഷുഗറെന്നും ഒന്ന് ഗ്ലൂക്കോസും. രണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ടും വ്യത്യാസമുള്ള കാര്യമല്ലേ? പഞ്ചസാര ആയാലും ഗ്ലൂക്കോസ് ആയാലും രണ്ടും 2 കാര്യമാണ്. പക്ഷേ ഒരേ കാര്യങ്ങളാണ് ഇതിന് രണ്ടിനും വേണ്ടത്. അതെന്തുകൊണ്ടത് വ്യത്യാസം വന്നത്? അത് കൂടിച്ചേർന്നേക്കുന്ന റേഷ്യോ വ്യത്യാസമുണ്ട്. അത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് രണ്ടിലും ഒരുപോലെയല്ല കൂടിച്ചേർന്നേക്കുന്നത്. ഇപ്പം ഗ്ലൂക്കോസിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? കെമിക്കൽ ഫോർമുല ഓർത്ത് നോക്കൂ, C6H12O6 ആയിരുന്നു. അപ്പോൾ റേഷ്യോ എങ്ങനെ വന്നായിരുന്നു? സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞേ 1:2:1 എന്ന് വന്നു. അതേസമയം കാർബണോ ഹൈഡ്രജനോ ഓക്സിജനും ചേർന്ന് ഉണ്ടായ ഷുഗറിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? കെമിക്കൽ ഫോർമുല ആദ്യം ഓർക്കുക, C12H22O11 അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയായിരുന്നു? 12:22:11 എന്നായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇതാ പറയുന്നത്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മോളിക്യൂൾസ് ഓരോ സബ്സ്റ്റൻസിലും വ്യത്യസ്തത കാണിക്കുന്നത്. മനസ്സിലായല്ലോ അത്രയും? അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇപ്പോൾ ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്? ഇലക്ട്രോൺ. എന്താണ് ഇലക്ട്രോൺ? ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, അതൊക്കെ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ അറിയാം? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഇത്ര അറിയാത്തവർ ഇതിപ്പോഴേ അങ്ങ് പഠിച്ചു വച്ചേക്കാം. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ വർഷം അറിയാത്തവരാണെങ്കിൽ കൂടി ഇപ്പോൾ ഇത് കേട്ടപ്പം അതങ്ങ് തറവാക്കി വെക്കുക. കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ ആറ്റത്തെപ്പറ്റി നല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോവുക. അപ്പോൾ ഇത് ഏറ്റവും ബേസ് കാര്യമാണ്. ഇതിനെ ഓരോന്നിനെയും പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ആറ്റത്തിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ്? ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഏതൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പം ഈ 3 പാർട്ടിക്കിൾസിനെയും നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്. എന്താണ്? ഇലക്ട്രോണിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ദീസ് ആർ നോൺ ആസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ ഇത്രയും? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവും പിന്നെ ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലും. ഇവിടം തൊട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ സബ് അറ്റോമിക് പാർട്ടിക്കിൾസായ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇവരൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിരുന്ന പരീക്ഷണങ്ങൾ പഠിക്കാൻ പോകും. അപ്പോൾ അവിടെ കുറേ ശാസ്ത്രജ്ഞന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയൊക്കെയാണ് അതിനെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചതെന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് വന്നിട്ട് അയ്യോ എനിക്കത് ഡൗട്ടൊന്നും തോന്നിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്നേ ഓക്കെ ആക്കി പോകണം.
ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി അടുക്കി നിങ്ങൾ മൈൻഡിൽ വെക്കാമെങ്കിൽ അതങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ മുന്നോട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും പ്രശ്നം വരത്തില്ല. മനസ്സിലായോ? അപ്പം ഓക്കെ. In 1875, William Crookes, the physicist, conducted experiments by passing electricity at high voltage through a glass tube in which both sides are fixed with metal plates as electrodes. എന്താണ്? 1875 വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. എന്താണ് എക്സ്പെരിമെൻ്റ്? എങ്ങനെയാണ് നടത്തിയത്? ഒരു ഡിസ്ചാർജ് ട്യൂബിലേക്ക് അതിൻ്റെ രണ്ട് വശത്തും മെറ്റൽ പ്ലേറ്റിൽ ഇലക്ട്രോഡ്സ് ഉറപ്പിച്ച് വെച്ചിട്ട് അതിലൂടെ ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടു എന്നാണ് പറയുന്നത്. അപ്പം എന്ത് സംഭവിച്ചു അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന ഫിഗർ വൃത്തിയായിട്ട് നോക്കി മനസ്സിലാക്കിക്കേ. ഒരു ഡിസ്ചാർജ് ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് പറയുന്നു, നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പറയുന്നു. എന്നിട്ട് പിന്നെ ഒരു വാക്വം പമ്പുണ്ട് ഡിസ്ചാർജ് ട്യൂബിൽ കണക്ട് ചെയ്തിട്ട്. പിന്നെ ഗ്രീൻ ഗ്ലോ എന്ന് എഴുതിയേക്കുന്ന കണ്ടില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിൻ്റെ പുറയിൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ പുറയിലായിട്ട് സിങ്ക് സൾഫേറ്റ് ആ ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് പൂശിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നോക്കുമ്പോൾ മനസ്സിലാവും, ഇനി അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത ഭാഗം നോക്കിയേ. ആസ് എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, ഇലക്ട്രിസിറ്റി ഡസ് നോട്ട് പാസ് ത്രൂ ദ എയർ ഇൻ ദ ട്യൂബ് അറ്റ് നോർമൽ പ്രഷർ. എന്താണ് പറഞ്ഞേക്കുന്നത്? എയർ എന്ന് വെച്ചാൽ ഒരു ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്കെന്താണ്, നമുക്ക് ഈ പരീക്ഷണം ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ കൊടുക്കണം, ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി അവിടെ കൊടുക്കണം. പക്ഷേ ഇവിടെ എയർ, അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്തെടുത്തു? But when the tube was evacuated gradually, it was seen that electricity passed through it. എന്താണ് പറയുന്നത്? അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ എയറിനെ റിമൂവ് ചെയ്ത് എന്തുപയോഗിച്ചിട്ട്, അവിടെ വാക്വം പമ്പ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള വായുവിനെയെല്ലാം പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പം അത് അതിലൂടെ പാസ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. When a perforated positive electrode was used, a light green glow was observed on the zinc sulfide coated glass wall behind it. എന്താണ് പറഞ്ഞേക്കുന്നത്? അവിടെ ആനോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആനോഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. നിങ്ങൾ ഫിഗറിലോട്ട് നോക്കി ചെറിയ സുഷിരങ്ങളുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ആരുണ്ടായിരുന്നു? സിങ്ക് സൾഫേറ്റ് പൂശിയിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് ആനോഡിൻ്റെ പുറകിലായിട്ട് സിങ്ക് സൾഫേറ്റ് പൂശിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ ഗ്ലോയ്ക്ക് വേണ്ടി, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രീൻ ഗ്ലോയ്ക്ക് വേണ്ടി സിങ്ക് സൾഫേറ്റ് അവിടെ പൂശിയിട്ടുണ്ട്. അപ്പം ഗ്രീൻ ഗ്ലോ എപ്പോഴാണ് സിങ്ക് സൾഫേറ്റ് ഗ്രീൻ ഗ്ലോ കാണിക്കുന്നത്? ഒരു പച്ച നിറത്തിലുള്ളൊരു തിളക്കം കാണിക്കുന്നത് എപ്പോഴാണ്? അതിൽ ഏതെങ്കിലും ചാർജ്ഡ് പാർട്ടിക്കിൾ വന്ന് തട്ടുമ്പോഴാണ് അതിങ്ങനെ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു ഗ്രീൻ ഗ്ലോ ഉണ്ടായി. അതിനർത്ഥം അവിടെ ആ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പം അവിടെ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടായി എന്നാണ്. അപ്പം അത് മനസ്സിലായോ? അപ്പോൾ എന്തിനായിരുന്നു സിങ്ക് സൾഫേറ്റ് നമ്മളവിടെ യൂസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. എക്സാമിൽ ചോദിക്കാം, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ സിങ്ക് സൾഫേറ്റിൻ്റെ യൂസ് എന്തായിരുന്നു ചോദിക്കാം. എന്താണ്? നമുക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്തത്. അപ്പം ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എവിടെ നിന്നാണ് വന്നത്? ആരോമാർക്ക് കാഥോഡിൽ നിന്നാണ് വരുന്നത്. അപ്പം കാഥോഡിൽ നിന്നാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ല, ആ റേസ് വന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് കാഥോഡിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് അത് കാഥോഡ് റേസ് എന്ന് വിളിച്ചു. കാഥോഡ് റേസ് എന്ന് തന്നെ വിളിച്ചു. കാഥോഡ് റേസ് എന്താ? ഒന്നും അതിനെ പറ്റി അറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ അതിനെ കണ്ടുപിടിച്ചേക്കുക കാഥോഡ് റേസിന്. അപ്പോൾ എന്തെടുത്ത് നോക്കി? The glow is due to the rays emitted from the cathode. These rays came to be known as cathode rays. അപ്പം എന്താണ്? ആ ഗ്ലോയ്ക്ക് കാരണം കാഥോഡിൽ നിന്ന് വന്ന റേസാണ്. അതുകൊണ്ട് തന്നെ ഈ റേസിനെ നമ്മൾ എന്തോ പറഞ്ഞു? ഈ കിരണങ്ങളെ നമ്മൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞു. സയൻറ്റിസ്റ്റ് കണ്ടക്റ്റഡ് മോർ എക്സ്പെരിമെൻറ്റ്സ് ഓൺ കാഥോഡ് റേസ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ദെയർ വേരിയസ് ക്യാരക്ടേഴ്സ്.
ഒപ്റ്റിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കാഥോഡ് റേസിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷണങ്ങൾ എന്താണ്, കാഥോഡ് റേസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.